കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ 114/2022 2024 ജാനുവരിയിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം കാണാത്തവർ അതും കൂടി കണ്ടു പഠിക്കുക. ഓക്കെ, അപ്പം നേരെ ക്ലാസ്സിലേക്ക്. Earth's deepest point in water is Mariana Trench. It is located in which of the following ocean? ഏറ്റവും ആഴം കൂടിയ ഭൂമിയിലെ ഭാഗം മരിയാന ട്രെഞ്ചാണ്. അത് ഏത് ഓഷ്യനിലാണ്? പസഫിക് ഓഷ്യൻ. തപ്തപാനി, എ ഹോട്ട് സ്പ്രിംഗ് ഓഫ് ഒഡീഷ, ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി ഡിസ്ട്രിക്ട് ഓഫ് ഗഞ്ചം. നോക്കൂ, തപ്തപാണി എന്ന ചൂട് നീരുറവ ഒഡീഷയിലാണ്. ഒന്നാമത്തെ കാര്യം, തപ്തപാണി ഒഡീഷയിലാണ്. ഗഞ്ചം ജില്ലയിലാണ്. ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിലാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ്, തപ്തപാനി എവിടെയാണ്? തപ്തപാനി നീരുറവ ഒഡീഷയിലാണ്. വാട്ട് ഈസ് ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ? എന്താണ് ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ? അത് നാഷണൽ ഹൈവേ പ്രൊജക്റ്റാണ്. ദി വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. ചോദിച്ചതാണ്, ചോദിക്കാറുള്ളതാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. തെറ്റായി മാച്ച് ചെയ്ത് ഏതാണെന്നാണ് ചോദിച്ചത്. സുന്ദർബൻ ബയോസ്ഫിയർ വെസ്റ്റ് ബംഗാളിലാണ്. അമർകണ്ടക് ബയോസ്ഫിയർ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമാണെന്നാണ് നോക്കേണ്ടത്. നീലഗിരി ബയോസ്ഫിയർ കേരള, കർണാടക. അഗസ്ത്യമലൈ ബയോസ്ഫിയർ തമിഴ്നാട് ആൻഡ് കർണാടക. ഇത് നമുക്ക് എന്തായാലും അറിയാം. നീലഗിരി പറഞ്ഞാൽ കേരളത്തിലും കർണാടകയിലും വ്യാപിച്ച് കിടക്കുന്നതല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ അതാണ് തെറ്റ്. അത് നോക്കൂ, ഓപ്ഷൻസ് ഒന്നുകൂടി നോക്കി പഠിക്കാം. സുന്ദർബൻസ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അമർകണ്ടക് എവിടെയാണ്? ഛത്തീസ്ഗഡ് മധ്യപ്രദേശിലാണ്. നീലഗിരി കേരള, തമിഴ്നാട്ടിലാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ തമിഴ്നാട്, കേരളയിലാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ആൻ intergovernmental scientific program launched in 1971 by UNESCO for the improvement of relationship between people and their environments. 1971 യുനെസ്കോയുടെ ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് ചോദ്യം. പരിസ്ഥിതിയും ജനങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ പ്രോഗ്രാം ഏതാണ്? അതാണ് 1971 മാൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി, യുനെസ്കോയുടെ പ്രോഗ്രാം. അടുത്ത ചോദ്യം കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ക്ലീനസ്റ്റ് വില്ലേജ് ഓഫ് ഏഷ്യ? ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ഏതാണ്? വൃത്തിയുള്ള വില്ലേജ് ഏതാണ്? ഗ്രാമം ഏതാണെന്ന ചോദ്യം. മേഘാലയയിലെ മലനോങ് വില്ലേജ് ആണ് ഏഷ്യാസ് ക്ലീനസ്റ്റ് വില്ലേജ്. 51. വാട്ട് ഈസ് ദി അവാർഡ് ബാക്ക്ഡ് ബൈ കേരളാസ് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ? കേരളത്തിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം ഏത് അവാർഡാണ് നേടിയത്? ഗ്ലോബൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹു ബിൽഡ് ദി കൈലാസനാഥ ടെമ്പിൾ അറ്റ് എല്ലോറ? എല്ലോറയിലെ കൈലാസനാഥ അമ്പലം ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? കൃഷ്ണ ഒന്നാമൻ. ദി പെയിൻറ്റിങ്സ് ഓഫ് അജന്ത ഡെപിസിറ്റ് സ്റ്റോറീസ് ഓഫ്? അജന്ത ഗുഹയിലെ ചിത്രങ്ങൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ജാതക സ്റ്റോറീസ്, ജാതക കഥകളെ ബേസ് ചെയ്തിട്ടാണ് അജന്ത ഗുഹയിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മോണുമെന്റ് അറ്റ് ഡൽഹി വിച്ച് ഈസ് ദി പ്രിക്യൂസർ ഓഫ് താജ്മഹൽ? ഡൽഹിയിലുള്ള ഏത് നിർമ്മിതിയാണ് താജ്മഹലിൻ്റെ മുൻഗാമിയായി അറിയപ്പെടുന്നത്? ഹുമയൂൺ ശവകുടീരമാണ്. ഹുമയൂണിൻ്റെ ശവകുടീരമാണ് താജ്മഹലിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. Which city of Kerala is called as the Venice of the East? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന
കേരളത്തിലെ സിറ്റി ഏതാണ്? ആലപ്പുഴ. നമുക്കറിയാം ലോർഡ് കേഴ്സൺ പ്രഭുവാണ് വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് ആലപ്പുഴയെ വിളിച്ചത് അല്ലേ. ഷാങ്ഹായ് ഫെസ്റ്റിവൽ ഈസ് ആൻ ആനുവൽ ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ് ബൈ. ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗത്തു നിന്ന് ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഫെസ്റ്റിവൽസ്, ഡാൻസസ്. അതുപോലെ ഷാങ്ഹായ് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തമാണെന്നാണ് ഫെസ്റ്റിവലാണ്, ആഘോഷമാണെന്നാണ് ചോദ്യം. മണിപ്പൂരിൻ്റെയാണ്. ഇത് ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് മണിപ്പൂർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയേണ്ടത് ഷാങ്ഹായ് ഫെസ്റ്റിവൽ മണിപ്പൂരിലാണ് നടക്കുന്നത്. 61. Consider the statement about മോഹിനിയാട്ടം. Which of the following statements are true? മോഹിനിയാട്ടത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ശരിയെന്നാണ്. വായിച്ച് നോക്കാം. ഡിവോഷണൽ ലവ് വിത്ത് religious touch is the main theme. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ played an important role in reviving മോഹിനിയാട്ടം. In Mohiniyattam, the faces of the painter is made up of yellow and pink paste. Classic Carnatic style of vocal music is generally used for Mohiniyattam. ഈ പറഞ്ഞ 4 ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിന്ന് പഠിച്ചത് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 2ാമത്തെ ഭാഗമാണ്. എന്തായാലും നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉടനെ അടുത്ത ഭാഗവുമായിട്ട് വരാം. See you.